ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നയനെയും ആദർശിനെയും കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ട് നവി അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട്. അപ്പം കനക പറയുന്നുണ്ട്, എന്താ മോളെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ കേൾക്കേണ്ടി വന്നല്ലോ എന്ന്. അപ്പം നന്ദു പറയും, എൻ്റെ അമ്മേ, ചേച്ചി ഈ സത്യങ്ങളൊന്നും അറിയാതല്ലേ നിൽക്കുന്നത്. അത് കാരണം ചേച്ചി എന്തെങ്കിലും പറഞ്ഞോട്ടെ. ചേച്ചി ഈ സത്യം അറിയുന്ന സമയത്ത് ആ അബിയുടെ തലക്കെട്ട് എന്തെങ്കിലും വെച്ചടിച്ച് തല്ലിക്കൊല്ലാനാണ് സാധ്യത. ഇനി ചേച്ചിയെ ഞാൻ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് പറയും. എന്ത് ചെയ്യാനാണ് ഇതൊക്കെ, എങ്ങനെ സഹിക്കും എന്നൊക്കെ കനക നിന്ന് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ചന്തുമോളെ ഒരുക്കി നയനയും ആദർശയുടെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോവാണ്. അപ്പം നയന പറയുന്നുണ്ട്, നമ്മൾ പോകുന്ന വഴിക്ക് എന്തായാലും അനഘയെ കയറി കണ്ടേച്ചേ പോകാമെന്ന്. അതല്ലേലും അങ്ങനെയുള്ളെന്ന് ആദർശം പറയും. ഇവർ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ മുത്തശ്ശിയും ദേവേനിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പം സ്കൂളിൽ പോവാം അല്ലേ മോള് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരും. അപ്പം നയന പറയും, എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കും മോളെ എന്ന്. അത് കേൾക്കുമ്പോൾ കുഞ്ഞി എന്ന് ആദ്യം മുത്തശ്ശൻ്റെ കാലെ തൊട്ട് കഴുതും. ആ മിടുക്കിയാണല്ലോ എന്നുണ്ടെങ്കിൽ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ ഉടനെ കുഞ്ഞിനെ എടുത്ത് നെറുകയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പറയും, മോള് പഠിച്ച് വലിയ ഡോക്ടർ ആകണം കേട്ടോ, എന്നിട്ട് മോളുടെ അമ്മയെ ചികിത്സിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ശരി എന്നൊക്കെ കുഞ്ഞിനെ തലയാട്ടും. പിന്നീട് മുത്തശ്ശിയുടെയും ദേവയാനിയുടെയും കാലെ തൊട്ട് തൊഴുന്നുണ്ട് ചന്തുമോള്. ഇപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനാണ് അഭി ഇറങ്ങി വരുന്നത്. ഇനി ചെറിയച്ഛൻ്റെ കാല് തൊട്ട് തൊഴുന്ന മോളെ എന്നുടനെ ആദർശ് പറയുന്നുണ്ട്, വേണ്ട വേണ്ട, അതൊന്നും നവിക്ക് ഇഷ്ടമില്ല എന്നുടനെ അഭി പറയും. ഉടനെ ദേവയാനി പറയുന്നുണ്ട്, അതിന് നവി എവിടെ ഇല്ലല്ലോ, പിന്നെന്താ കുഴപ്പമെന്ന് പറയും. ഇല്ല, അവളെ എങ്ങനെയും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയും. ഒരു കുഞ്ഞല്ലേ, അതൊന്ന് കാലെ തൊട്ട് തൊഴുന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ നയനെ പറയുമ്പോഴത്തേന് മുത്തശ്ശി പറയുന്നുണ്ട്, വേണ്ട, ഇവൻ്റെ അനുഗ്രഹമൊന്നും വേണ്ട, അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെല്ലാം അനുഗ്രഹിച്ചത് വെറുതെ ആയി പോവും, നിങ്ങൾ ചെല്ലും മക്കളെ എന്ന് പറയുമ്പോൾ ഇവരുടനെ ഇറങ്ങി അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേനുടനെ മുത്തശ്ശനോടുമായിട്ട് ഉടനെ തന്നെ പറയുന്നുണ്ട് അഭി, അല്ലെങ്കിലും ആദർശേട്ടൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാവരും അങ്ങ് പൊതിഞ്ഞ് സംരക്ഷിക്കുകയല്ലേ, എൻ്റെ ഭാഗത്ത് ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും എന്ന് പറഞ്ഞേ മുത്തശ്ശി പറയുന്നുണ്ട്. എന്തായാലും നീ എവിടെയോ പോകാൻ ഇറങ്ങി വന്നല്ലേ, പൊക്കോ, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറയും. അഭി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും ദേവയാനി വാതിൽക്ക് നിൽപ്പുണ്ട്. അപ്പം ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിയും ആവശ്യത്തിന് തന്നിട്ടുണ്ട്, ഇനി അമ്മായിക്ക് വല്ലതും പറയാനുണ്ടോന്ന്. ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടിപ്പോകും, നീ പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ദേവയാനി അകത്തേക്ക് അങ്ങ് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അനി നന്ദുവിനെയും കാത്തിങ്ങനെ വഴിയിൽ ഇരിക്കുകയാണ്. അപ്പം നന്ദു അങ്ങോട്ട് വരുന്ന വഴിക്ക് കാണുന്നുണ്ട് അനി ഇങ്ങനെ വഴി സൈഡിൽ ഇരിക്കുന്ന. ഉടനെ ഡ്രൈവറോട് പറയുന്നുണ്ട്, വണ്ടി നിർത്തുമൊന്നും വേണ്ട, നേരെ വിട്ടോളാൻ പറയും, ചവിട്ടരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനി വന്ന് അങ്ങോട്ട് കയറി നിന്നിട്ട് കൈ കാണിച്ചിട്ടും ഇവർ നിർത്തത്തൊന്നുമില്ല. ഉടനെ അനി വണ്ടി എടുത്തുകൊണ്ട് പുറകെ പോവുകയാണ്. കുറേ പോയി കഴിയുമ്പോൾ അവർ വേറൊരു വഴിയെ കയറി അങ്ങ് പോകും. നീ എന്തായാലും എൻ്റെ മുമ്പിൽ തന്നെ വന്ന് പെടും, എത്ര നാളെന്നും ഞാൻ നീ എന്നിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നതെന്നൊക്കെ അനി ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. ചന്തുമോളെയും കൊണ്ട് ആദർശും നയനയും കൂടെ സ്കൂളിൽ ചെന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ പേര് വെക്കുമ്പോഴത്തേനുടനെ അവർ ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പേരാണോ വെക്കേണ്ടതെന്ന്. അമ്മയുടെ പേര് അനഘയെന്നാണ്, അച്ഛൻ്റെ പേര് ആദർശം എന്നാണ് പറയും കൊച്ച്. അന്നേരത്തേനുടനെ പറയും, എന്നാൽ ആദർശിൻ്റെയും അനഘയുടെയും പേര് വെച്ച് വെക്കാമെന്ന് പറയുമ്പോഴത്തേന് ആദർശ് പറയും, വേണ്ട, ചന്ദിനി എന്ന് എഴുതാം ഇതേന്ന്. അങ്ങനെ ശരിയാകത്തില്ല, അച്ഛൻ്റെയോ അമ്മയുടെയോ പേര് വേണമെന്ന്. ഉടനെ നയന പറയും, എന്നാൽ പിന്നെ ചാന്ദിനി അനഘ എന്നിട്ടാൽ മതിയെന്ന് പറയും. എന്നാൽ ശരി, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവരതങ്ങ് സമ്മതിക്കുകയാണ്. അഭി ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് മാനേജർ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സാറേ, മൂർത്തിസ് ഗ്രൂപ്പിൽ ഇല്ലാത്ത ഒരു ആചാരങ്ങൾ ഇവിടെ നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും. അതെന്താണോ ഞാനിങ്ങനെ പറഞ്ഞെന്ന് പറയും. അതല്ല, ബില്ലില്ലാതെ സ്വർണം കൊടുത്തത് ശരിയായില്ല എന്ന് പറയും. അതൊന്നും ഇവിടുത്തെ കാര്യങ്ങളൊന്നും താൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ അങ്ങനെ പലതും നടക്കും, താൻ ഇതിനകത്തൊക്കെ ഇടപെടുന്നു ചോദിക്കും. എന്നെ ആദർശ സാറാണ് ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിനൊന്നും സമ്മതിച്ചു തരികയില്ല, കൂട്ടു നിൽക്കത്തില്ലെന്ന് പറയും. തനിക്കെന്താ ഇതിനകത്തൊക്കെ ഇടപെടാനുള്ള കാര്യം, താൻ തൻ്റെ കാര്യം നോക്കാനൊക്കെ പറയും. ഞാനിത് മേളിലിട്ട് റിപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറയും. താനിങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തനിക്ക് ഇവിടെ സ്ഥാനം കാണുകയില്ലെന്ന് പറയുന്നുണ്ട്. എന്നോട് എന്തായാലും മൂർത്തി സാറും ആദർശ സാറും പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് നോക്കണമെന്ന്, അതനുസരിച്ച് ഞാൻ നോക്കുകയും ചെയ്യും, ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേനും അഭി അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. എന്തായാലും പിടിക്കപ്പെട്ട് കഴിഞ്ഞു, ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ തടി ഉയരണമല്ലോ എന്ന് വിചാരിച്ച് അഭി എന്ന് നവിയോടും ജലജയോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ജലജ പറയുന്നുണ്ട്, ഇതിപ്പോൾ ആദർശ ചെയ്തെങ്കിൽ ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇവനായോണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് ഇനിയിപ്പം പ്രശ്നം ഉണ്ടാക്കും. ആദർശ് ഇതെല്ലാം പൊടിപ്പും തൊങ്ങലും വെച്ച് മുത്തച്ഛനോട് പറഞ്ഞു കൊടുത്ത് കാണും. നവ്യ, നീ എങ്ങനെയും ഇതിനകത്തുനിന്ന് നമ്മൾ രക്ഷപ്പെടണം, അതിനുവേണ്ടി നീ എന്തെങ്കിലുമൊക്കെ പറയണമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചോളാം, എന്തായാലും അങ്ങോട്ട് ചെന്നുമ്പോൾ പറയാമെന്നൊക്കെ പറയുന്നുണ്ട് നവ്യ. നീ എന്തായാലും ആദർശ് ചെയ്ത കുറ്റങ്ങളെല്ലാം ഇവർ മറഞ്ഞു വെച്ചുകൊണ്ട് നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇവരെ താഴേക്ക് ചെല്ലുകയാണ്. അപ്പം മുത്തച്ഛനോടുമായിട്ട് ഇവർ ചെന്ന ഉടനെ ജലജ പറയുന്നുണ്ട്, അമ്മയും അച്ഛനും കാര്യമൊക്കെ അറിഞ്ഞു കാണുമല്ലോ, ബില്ലില്ലാതെ സ്വർണം കൊടുത്തെന്ന് പറഞ്ഞാലും ആ ക്യാഷ് മുഴുവൻ നമ്മുടെ
അക്കൗണ്ടിലേക്കല്ലേ വരുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ ഇങ്ങോട്ട് മാറി നിന്നേന്ന്. നിനക്കറിയത്തില്ലായിരുന്നോ നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു മൂർത്തിസ് ജുവലറിയിലും ഇങ്ങനൊരു നടപടി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണം. പറയും അത് എനിക്ക് അറിയത്തില്ലായിരുന്നു. പറയും നിനക്ക് പിന്നെ എന്താ അറിയാമായിരുന്നു ചോദിക്കുന്നുണ്ട്. നിനക്കിതൊന്നും അറിയത്തില്ല, പിന്നെ നീ എന്തിനാണ് ഈ ജുവലറിയുടെ ഒരു ബ്രാഞ്ച് വേണമെന്ന് വെള്ളം വെച്ചത്? അത് നോക്കി നടത്താൻ അറിയാമെങ്കിൽ ഇവിടെ ഇതുപോലത്തെ നിയമങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ ആദർശേട്ടനാണ് ചെയ്തെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, ആദർശേട്ടൻ ചെയ്ത പോലെ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ലല്ലോ, അത് കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ കൂടെ കൊണ്ടുവന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ആദർശിനെ കുറ്റം പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേനും മുത്തച്ഛന് ദേഷ്യം വന്നിട്ട് ചെവിക്കൽ തീർത്ത് ഒറ്റൊരെണ്ണം കൊടുക്കുന്നുണ്ട് അവിയുടെ. അപ്പോൾ അത് കാണുമ്പോഴത്തേന് നവിയയ്ക്കും ജലജയ്ക്കും അങ്ങ് സങ്കടവും ദേഷ്യവും എല്ലാം വരുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്തുന്നത്? ഇവിടെ മാത്രമുള്ളല്ലോ ഇങ്ങനെയുള്ള ഒരു ജീവിതം എന്നൊക്കെ പറഞ്ഞ് നവ്യ ഭയങ്കരമായിട്ട് വേളം വെക്കുകയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ മിണ്ടാതിരുന്നു, അല്ലെങ്കിൽ പിന്നെ നിനക്ക് വല്ലതും പറയണമെന്നുണ്ടെങ്കിൽ നീ റൂമിൽ ചെന്നിരുന്ന് കണ്ണാടിയുടെ മുമ്പിൽ പറഞ്ഞോണം, ഇവിടെ പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ഇവൻ നിന്റെ ഭർത്താവായതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഇവിടെ നിലനിർത്തി പോയിരുന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവനെ പണ്ടേ പറഞ്ഞു വിടേണ്ട സമയം കഴിഞ്ഞതാണെന്ന് പറയും. അപ്പം നവ്യ പറയുന്നുണ്ട്, ഇത് എന്നാ ഒരു ന്യായമില്ലാത്ത പരിപാടിയാണ് ചെയ്യുന്നത്, ആദർശേട്ടൻ എന്ത് ചെയ്യാം, ഇവിടെ ബാക്കിയുള്ളവർക്ക് മാത്രമുള്ളല്ലോ കുറ്റവും കുറവും ഒക്കെ, ഇത് ശരിയായ നടപടിയല്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പം ജലജയം പറയാൻ ഓരോന്നൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നീ നിൻ്റെ മോനും കൂടെ ഇവിടെ ഒപ്പിച്ച് വെക്കുന്ന കാര്യങ്ങളെല്ലാം ബാക്കിയുള്ളവർ സഹിച്ച് ജീവിക്കുന്നെന്ന് വെച്ച് എല്ലാം ഒന്നും സഹിക്കേണ്ട ആവശ്യമില്ല, നിൻ്റെ മോനെ വിളിച്ചുകൊണ്ട് വേഗം മുറിക്കകത്തോട്ട് പൊക്കോളാൻ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേനും നവ്യയ്ക്ക് അങ്ങ് ദേഷ്യം വരും. അപ്പം നയനെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നയനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തായാലും തൃപ്തിയായല്ലോ, നിൻ്റെ ഭർത്താവ് കാരണം എൻ്റെ ഭർത്താവിന് അടി കിട്ടി, ഇതുപോലെയുള്ള തോന്നിവാസങ്ങളൊക്കെ ചെയ്യുന്ന നിൻ്റെ ഭർത്താവാണ് പുണ്യവാളനായിട്ടിരിക്കുന്നത്, ബാക്കിയുള്ളവരുടെ ഭർത്താവിനെ എല്ലാവരും എന്തെല്ലാം പറയുകയും ചെയ്യുകയും ചെയ്യുന്നത്, ഇതൊക്കെ ഇവിടെ മാത്രമേ നടക്കത്തുള്ളൂ, വാ അബി നമുക്ക് പോകാമെന്ന് പറഞ്ഞ് കയറിപ്പോകാൻ തുടങ്ങുകയാണ്. അന്നേരത്തേനും മുത്തശ്ശൻ അബിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ അവിടെ നിന്നേ, എന്നിട്ട് പറയും ഇനി മേലിൽ ഇങ്ങനത്തെ പരിപാടിയും കൊണ്ട് ഇറങ്ങിയേക്കരുത്, അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ നിനക്ക് അവിടെ ഇരിക്കാം, അല്ലെങ്കിൽ വേറെ ജോലി അന്വേഷിച്ച് പുറത്തു പോകേണ്ടി വരും എന്ന് പറയുമ്പോഴത്തേനും അബി മിണ്ടാതെ അങ്ങ് കയറിപ്പോവുകയാണ്. അവരങ്ങ് പോയി കഴിയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മോളുടെ ചേച്ചി സത്യങ്ങളൊന്നും അറിയാതല്ലേ ആദർശിനെ ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തുന്നത്. ഉടനെ നയന പറയും, എനിക്കതിലൊക്കെ ഒരുപാട് സങ്കടമുണ്ട് മുത്തശ്ശി, എന്ത് ചെയ്യാനാ, ഇപ്പം ആദർശേട്ടനെ ഈ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടി വരും എന്ന് പറയും. അബിയെ ഇങ്ങനെ ഒരു വിടാനും പറ്റത്തില്ല, അവനെ കൺട്രോൾ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയും. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ മാക്സിമം ക്ഷമിച്ച് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഇവനെ പണ്ടേ ഇവിടെ നിന്ന് ഇറക്കി വിട്ടേനും, അവൻ ചെയ്ത തെറ്റുകൾക്കൊന്നും നമുക്ക് പ്രായശ്ചിത്തം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് സഹിച്ചിരിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല, അതുകൊണ്ട് മോള് ആദർശയോട് തീരുമാനിക്കണം എന്തെങ്കിലും എന്ന് പറയുന്നുണ്ട്. അപ്പം നയന പറയുന്നുണ്ട്, ആദർശേട്ടനെ ഒന്ന് വിളിക്കട്ടെ ഞാൻ എന്ന്. പിന്നെ അന്നേരത്തേന് ഇങ്ങനെ അവിയുടെ മുഖം ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.